ട്രംപിന്റെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ പോളണ്ടിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? ട്രംപിന്റെ നൊബേൽ പ്രൈസിനുള്ള നൊബേൽ സമ്മാന മോഹം അത് പോളണ്ടിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോ പോളണ്ടിലാകമാനം യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നു. ജനങ്ങൾ മുഴുവനും യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ജനങ്ങളൊക്കെ ആയുധാഭ്യാസങ്ങൾ, സൈനിക പരിശീലനങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പോളണ്ടിലുണ്ട്. പോളണ്ടിൽ എന്തിനാണ് ഇത്രയധികം ജനങ്ങൾ ഈ സൈനിക പരിശീലനത്തിന് പോകുന്നത്? അതൊരു ചോദ്യമാണ്. അത് പല കാരണങ്ങളുണ്ട്. പോളണ്ടിലെ ഒരു സമാന സാഹചര്യമാണ് ഈ കുറച്ചു കാലം മുമ്പ് യുക്രൈനിലുണ്ടായത്. യുക്രൈനിൽ സൈനിക പരിശീലനം ഒന്നും നടത്തിയില്ല. സെലൻസ്കി നേരെ തോക്കും മറ്റുള്ള ആയുധങ്ങളും ഒക്കെ ജനങ്ങളുടെ കയ്യിൽ കൊടുത്ത് അവരെ അങ്ങ് അഴിച്ചുവിട്ടു. പിന്നീട് അത് വലിയ വിഷയമായപ്പോൾ, വലിയ വിവാദമായപ്പോൾ അതിൽ നിന്ന് അവരെ പിൻവലിക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ യുക്രൈൻ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ പോളണ്ടിന്റെ ഒരു കണക്ക് എടുത്തു നോക്കിയിട്ട് സൈനിക വിടവ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അമേരിക്കയും തുർക്കിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറ്റോയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈന്യം എന്ന് പറയുന്നത് പോളണ്ടിന് തന്നെയാണ്. 2,16,000 പേരാണ് സൈന്യത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു വിഷയം വരുന്നത്, കഴിഞ്ഞ സെപ്റ്റംബറിൽ വ്ളാഡിമിർ പുടിൻ 1,80,000 സൈനികരെ കൂടി ചേർത്ത് ഒരു 1.5 ദശലക്ഷം സജീവ സൈനികരായിട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യൻ സൈന്യം എന്ന് പറയുന്നത് ഇവരെക്കാൾ എത്രയോ കാലം മുമ്പിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പോളണ്ട് സമീപ വർഷങ്ങളിൽ അവരുടെ സായുധ സേന, അതായത് ആർമിയെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2014 നാറ്റോയുടെ 9ാമത്തെ വലിയ സൈന്യത്തിൽ നിന്ന് അവർ അടുത്തിടയ്ക്ക് അതിൻ്റെ എണ്ണം ഏകദേശം 1/3 വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോളണ്ടിൽ ജനസംഖ്യ കുറയുന്നുണ്ട്. ഈ ജനസംഖ്യ കുറവ് അത് അവരെ ഈ തരത്തിലും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. യുവാക്കളില്ലല്ലോ, യുവജനങ്ങളില്ലാതെ വരുന്നതും വലിയ വിഷയമുണ്ടാക്കുന്നു. ഫിൻലാൻഡ്, ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ നാറ്റോയിലെ മറ്റു ചില യൂറോപ്യൻ അംഗങ്ങളും അവരുടെ സൈനിക റാങ്കുകളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് റഷ്യയോട് ഏറ്റുമുട്ടാൻ പോകുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് കരുതാൻ പറ്റില്ല. ഈ എല്ലാ സൈനികരെയും കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോരാടാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരെ വേണമെങ്കിൽ അവർക്ക് ഇറക്കാനല്ലേ സാധിക്കുകയുള്ളൂ. ആ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ സഖ്യരാജ്യങ്ങൾ അനുമതി നൽകണം. ഇവരിൽ എത്ര പേർ അനുമതി നൽകുമെന്നുള്ളതും പോളണ്ടിന് അറിയില്ല. പോളണ്ട് അതും വിഷയമാണ്. ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള യൂറോപ്യൻ ശക്തികളൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. പ്രതിരോധ ചെലവും ആധുനികവൽക്കരണവും ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് പോലും ജർമ്മനി നിരന്തരമായിട്ട് നിയമനക്ഷാമം, അതായത് റിക്രൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നാണ്. ഏതാണ്ട് ജർമ്മനിയിൽ 20,000-ഓളം തസ്തികകളാണ് ഒഴിഞ്ഞ് കിടക്കുന്നത്. കൂടാതെ നിയമിച്ചിട്ടുള്ളവരിൽ നിന്ന് കൊഴിഞ്ഞുപോക്കും ഉണ്ടാകുന്നു. ബുണ്ടസ്വെഹറിൽ ഏകദേശം 1,80,000 സജീവ സൈനികരുണ്ട് എന്ന് പറയുന്നു. 2018 നിശ്ചയിച്ചിട്ടുള്ള 2,03,000 എന്നതിനേക്കാൾ താഴെയും പ്രതിരോധ മന്ത്രി ബോറിസ് പീറ്റോറിയസ് അടുത്തിടെ നിർദ്ദേശിച്ചിട്ടുള്ള 2,60,000 എന്ന ലക്ഷ്യത്തെക്കാൾ വളരെ കുറവുമാണിത്. അപ്പൊ ബ്രിട്ടൻ സൈന്യത്തെ നിലനിർത്തൽ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുറഞ്ഞ നിയമനമാണ് അവിടെയും നടക്കുന്നത് എന്നാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ ഏകദേശം 71,000 മുഴുവൻ സമയ പരിശീലനം ലഭിച്ചിട്ടുള്ള സൈനികരുണ്ട്. 300 വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ റിക്രൂട്ട്മെന്റ് ആണ് ഈ നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ നാറ്റോയോട് ഒരു സംശയമൊക്കെ ഉണ്ട് ട്രംപിന്. ഇവൻ നമുക്കിട്ട് പണിയോ എന്നുള്ള ഒരു സംശയം നാറ്റോയോട് വല്ലാതെയുണ്ട്. അപ്പോൾ യുക്രൈൻ്റെ അംഗത്വത്തോടുള്ള എതിർപ്പും സഖ്യകക്ഷികളെയൊക്കെ ഇങ്ങനെ എതിർപ്പുണ്ടാക്കുന്നതിൽ നിന്ന്, അതായത് അവരവർക്ക് അമേരിക്കയ്ക്ക് നേരെ തിരിക്കുന്നതിലേക്കൊക്കെ തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വളർന്നു വരുന്ന ഭീഷണി അംഗീകരിക്കുകയും സേഫായിട്ടുള്ള പ്രാദേശിക പ്രതിരോധ സംരംഭങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സാധ്യത ഇതിലുണ്ട്. ഈ ജൂണിൽ അറ്റ്ലാന്റിക് കൗൺസിൽ നടത്തിയിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് റഷ്യൻ ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള നാറ്റോയുടെ കഴിവ് ഇപ്പോഴും എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ
കഴിവിനെ തന്നെയാണ് അവർ മുന്നിൽ നിർത്തുന്നത് എന്നാണ്. പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ആശ്രയിച്ചിട്ടാണല്ലോ ഈ റഷ്യയെ പ്രതിരോധിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ പക്കലുള്ള ഈ പറയുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ഒന്നും റഷ്യയെ പ്രതിരോധിക്കാൻ പോന്നവയല്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഇവർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങണം. പക്ഷെ അമേരിക്കയുടെ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന മികവ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം മികച്ച ശേഷിയുള്ളവയാണ് ഇത് എന്നുള്ളത് ഇവർക്കും സംശയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞ ഒരു വലിയ വീമ്പ് പറഞ്ഞ വിമാനത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള സാധനം എടുത്തു വെച്ചിട്ട് പ്രതിരോധിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതും തുളച്ചു വെച്ച് റഷ്യയുടെ മിസൈൽ അങ്ങ് കയറിപ്പോകും. അപ്പോൾ ഇത് വലിയ വിഷയമാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന സൈന്യത്തിലേക്ക് വരുന്നവരുണ്ടല്ലോ, സൈന്യത്തില് വരുന്ന വളണ്ടിയർമാർക്ക് പ്രൊഫഷണൽ സൈനിക സേവനത്തിൽ തുടരാനോ ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സ് അത് ചേരാനോ ഒക്കെ സജീവമോ അല്ലെങ്കിൽ പകുതിക്ക് പാർട്ട് ടൈം ആയിട്ടോ ചേരാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഈ ഓപ്ഷനുകളൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത് ചേരാം. അപ്പൊ ഈ പറയുന്ന ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സിൽ ചേരുന്നവർ സാധാരണയായിട്ട് സ്വന്തം പ്രദേശങ്ങളിൽ പാർട്ട് ടൈം ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നവരാണ്. ഈ പാർട്ട് ടൈം സേവനം അനുഷ്ഠിക്കുന്നവർ എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇതിലേക്ക് വരും, പങ്കെടുക്കാൻ വരുമെന്നൊന്നും നമുക്ക് എന്താ പറയാ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും തന്നെ വരും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അടിയന്തര സാഹചര്യം, പ്രകൃതി ദുരന്തങ്ങളോ അതിർത്തി പ്രതിസന്ധികളോ ഉൾപ്പെടെയുള്ള ഉയർന്ന ഭീഷണികൾ നേരിടുമ്പോഴും ഒക്കെ ഇവരെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ വിളിച്ചാലും എത്ര പേർ വരും, അതാണ് ചിന്തിക്കേണ്ട വിഷയം. 2021 യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സംഘർഷത്തിനിടെ ബൊലാറസ് 10,000-കണക്കിന് കുടിയേറ്റക്കാരെ പോളണ്ടിലേക്ക് നയിച്ചപ്പോഴും ഇതേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വോളണ്ടിയർമാർക്ക് പ്രൊഫഷണൽ സൈനികർക്കൊപ്പം തന്നെയാണ് ഇവര് പരിശീലനം നൽകിക്കൊണ്ട് വരുന്നത് ഇപ്പോൾ. പക്ഷെ അവർ ഔപചാരികമായി ചേരുന്നില്ലെങ്കിൽ സാധാരണ യൂണിറ്റിലേക്ക്, സാധാരണ ആർമി ഫോഴ്സിലേക്ക് ഇവരെ ഉൾപ്പെടുത്തില്ല. ലിത്വാനിയയിലും ജർമ്മനിയിലും ഒക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്ക് സമാനമായിട്ട് ആവശ്യമുള്ള സമയത്ത് പോളണ്ടിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്കെയിലബിൾ സേനയായിട്ട് മാത്രം ഈ ഒരു ഘടനയെ അനുവദിക്കുന്നുള്ളൂ. അല്ലാതെ സാധാരണ ചെയ്യുന്നത് പോലുള്ള ഒരു വിഷയത്തിലേക്കൊന്നും വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ പറയുന്നത് പോളണ്ട് യുക്രൈനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഉക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ റഷ്യ തുടർച്ചയായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം പോളണ്ടിന്റെ അതിർത്തി സുരക്ഷയ്ക്കൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇതിന് പുറമെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പോളണ്ട് കൂടിയാണ്. കാരണം ഒരു പഴയ പോലെ ചിതറിപ്പോയിട്ടുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് വിശാല റഷ്യ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇസ്രായേലും ഇത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഇസ്രായേലിന് ഹമാസിനെ പ്രതിരോധിക്കുക മാത്രമല്ല, ഈ പോയിട്ടുള്ള ഇവർക്ക് ചേർത്ത് വെക്കാവുന്നതെല്ലാം കൂടെ ചേർത്ത് ഇവരെയൊക്കെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ വിശാല ഇസ്രായേലായി. അപ്പൊ ബാക്കി ഇനിയിപ്പോ ആരും അങ്ങോട്ടേക്ക് കയറാനും വരില്ല. അങ്ങനെ അടിച്ചു നിലം പരിശാക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത്. അപ്പൊ ആ രീതി തന്നെയാണ് ഇപ്പോൾ റഷ്യയും പിന്തുടർന്ന് പോകുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോളണ്ടും ബാൾട്ടിക് രാജ്യങ്ങളുമായിരിക്കും അടുത്തത് എന്നുള്ള ഒരു ആശങ്ക ഇവർക്കിടയിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് പോളണ്ട് സൈനികമായിട്ട് വലിയ മുന്നൊരുക്കമൊക്കെ നടത്തുന്നത്. 2024 ഇവരുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം, അതായത് GDP-യുടെ 4% പ്രതിരോധ മേഖലയ്ക്കായിട്ടൊക്കെ നീക്കിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാറ്റോയുടെ ഏറ്റവും സജീവ അംഗമായിട്ടുള്ള പോളണ്ട് ഈ നാറ്റോയോട് വളരെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ട്രംപ് വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, ഒന്നിലധികം പോർമുഖങ്ങൾ തുറന്നു വെച്ചിട്ടുള്ളത് ട്രംപിന്റെ പ്രവൃത്തിയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം നാറ്റോയെ, അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവർക്കിടയിൽ ഒരു വലിയ വിള്ളലുണ്ടാകും. പോളണ്ട് ചിതറിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം സഖ്യരാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഇപ്പൊ തന്നെ അതിർത്തിയിൽ 40,000-ഓളം സൈനികരെയാണ് അവര് നിർത്തിയിട്ടുള്ളത് എന്നാണ് ബൊലാറസ് അതിർത്തിയിൽ. 40ഓളം സഖ്യരാജ്യങ്ങൾ ചേർന്ന് അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പോളണ്ടിലേക്ക് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയതിനൊക്കെ. അപ്പൊ അയ്യോ അത് കോമഡിയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. അപ്പൊ എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ് പോളണ്ട് ഉള്ളത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.